ഡോക്ടർ അമാൻസ് ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കൊക്കെ ട്രാൻസ്ലേറ്റേഴ്സ് ആവാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ഞാൻ ആദ്യം കാണിക്കാം. ഒരു ട്രാൻസ്ലേഷൻ വർക്കാണ്. അത് ഞാൻ ഇവിടെ കാണിക്കാം. അതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഞാൻ ആദ്യം കാണിക്കാം. ഇതാണ് ആ ഡാഷ്ബോർഡ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എങ്ങനെയാണ് എത്താൻ സാധിക്കുക, എങ്ങനെയാണ് നല്ലൊരു ട്രാൻസ്ലേറ്റർ ആവാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏകദേശം 115 ലാംഗ്വേജസിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അറബിക്ക് അറിയുന്ന ഒരാൾക്ക് അറബിക് ടു ഇംഗ്ലീഷ് ചെയ്യാം, ഇംഗ്ലീഷ് ടു അറബിക്ക് ചെയ്യാം, ജർമ്മൻ ചെയ്യാം, ഏതൊരു ലാംഗ്വേജിലേക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഞാൻ ഗൂഗിൾ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇതെൻ്റെ ഒരു ഗൂഗിൾ ഫസ്റ്റത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പം ഇവിടെ ഞാൻ ഗൂഗിൾ മാറ്റി എൻ്റെ പേരാക്കിയതാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ ചാനലിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എങ്ങനെ നമുക്കൊരു ട്രാൻസ്ലേറ്റർ ആവാം, ഓക്കെ, ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റർ ആവാം എന്നുള്ളതാണ്. അപ്പം ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, ടെഡ് ടോക്ക് എന്ന് സെർച്ച് ചെയ്യാം. ടെഡ് ടോക്ക് എന്നുള്ളത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു സൈറ്റാണ്. നമ്മുടെ ഇംഗ്ലീഷ് അറബിക് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ പുതിയ പുതിയ ആശയങ്ങളൊക്കെ ലഭിക്കാൻ പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റാണ് ടെഡ് ടോക്ക് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ, നെക്സ്റ്റ് ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. ഇപ്പം ട്രാൻസ്ലേഷന് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രാൻസ്ലേറ്റർ ആവുക എന്നുള്ളതാണ്. അപ്പം ജസ്റ്റ് സ്ക്രോൾ ചെയ്യാം. ഇവിടെ ടെഡ് ടോക്ക് എന്ന് കാണാം. ഇതാണ് ആ വെബ്സൈറ്റ്, www.ted.com. അപ്പം ജസ്റ്റ് ഓപ്പൺ ചെയ്യും. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ്. ഈ ഇൻ്റർഫേസിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സൈൻ ഇൻ ചെയ്യുക. ഈ പോപ്പപ്പ് ഒക്കെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. ഇന്ന് ട്രാൻസ്ലേഷൻ ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സൈൻ ഇൻ ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈൻ ഇൻ ഓർ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് ബിലോ എന്നുള്ളതാണ്. അപ്പം ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ടെഡ് ട്രാൻസ്ലേഷൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് മാത്രം കൊടുക്കുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ മെയിൽ ഐ ഡി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വരും, ഈ ഒരു ഇൻ്റർഫേസ് വരും. എന്നിട്ട് ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ന്യൂസോ റെക്കമെൻഡേഷൻസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മളിവിടെ സൈൻ ഇൻ ചെയ്തു. ഓക്കെ, ഇവിടെ എൻ്റെ പ്രൊഫൈൽ നിങ്ങളിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ഒരു ട്രാൻസ്ലേറ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ കൊടുക്കണം എന്ന് ചോദിച്ചാൽ, ജസ്റ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ്. മൊബൈൽ ഫോണിലൂടെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മൊബൈൽ ഫോണിലാണെങ്കിൽ ലാസ്റ്റിൽ എന്തുണ്ടാവും, പാർട്ടിസിപ്പേറ്റ് എന്നുള്ള ഒരു ടാബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം പാർട്ടിസിപ്പേറ്റ് ക്ലിക്ക് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് ക്ലിക്ക് ചെയ്താൽ അതിൽ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ഒന്ന് വായിക്കണം. പിന്നെ ഈ വളണ്ടിയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പം നമ്മുടെ റോൾ എന്തൊക്കെയാണെന്നത് വായിക്കാം. സബ് ടൈറ്റിലിംഗ് ടിപ്സുകൾ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, വായിക്കാം. പിന്നെ ഏതൊക്കെ ലാംഗ്വേജിലാണ് അവൈലബിൾ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത്രയും ലാംഗ്വേജസ് എന്താണ്, താങ്ക്സ് ടു അവർ വളണ്ടിയർ ടെഡ് ട്രാൻസ്ലേറ്റേഴ്സ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിലേതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ് ടൈറ്റിൽസ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അറബിക്കും ഇംഗ്ലീഷും മാത്രമല്ല, കുറേ ലാംഗ്വേജസ് ഇതിൽ അവൈലബിൾ ആണ്. ഹിന്ദി ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. ഇനി അതേപോലെ തന്നെ ഇവിടുത്തെ ഇതിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ലേറ്റേഴ്സിന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വ്യൂ ഓൾ ടെഡ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം ബാക്ക് ചെയ്തു, ബാക്ക്. ഓക്കെ, ഇനി ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഒരു മിനിറ്റോളമുള്ള ഒരു വീഡിയോ ഇവിടെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, കാണുക. Hi, I'm Nels. I'm Mario. I'm Stefania. I'm Holly. We are TED translators. We are part of a massive crowdsourced community of volunteers In 160 countries. Translating TED Talks
it over 100 languages. We connect people to world-changing ideas across languages and borders. Our work is seen on TED.com and on media platforms around the world. I translated Pope Francis into Brazilian Portuguese. I translated Mac Banat into Italian. I translated Nikki Bani in Swahili. Join our global community Gain real-world experience. and help us spread great ideas around the world. Mimi mkalimani wa TED. Sono una traduttrice per TED. Eu sou tradutor do TED. We are TED translators. Visit TED.com. ഓക്കെ വീഡിയോ കണ്ടതിന് ശേഷം നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് അപ്ലൈ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോവുകയാണ്. അപ്ലൈ നൗ സിമ്പിൾ പ്രൊസീജിയറാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഫോം. ഈ ഫോം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്യണം. എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾറെഡി ഞാനിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ ഫോം. ആ ഫോമിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ ഉണ്ട്. താങ്ക്സ് ഫോർ യുവർ ഇൻട്രസ്റ്റ് ഇൻ സബ് ടൈറ്റിലിംഗ് ഫോർ ടെഡ്. ഈ ഒരു പാർട്ട് വായിക്കണം. ഓക്കെ, ഇത് വായിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണുക. ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ആൻസേഴ്സും കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ജസ്റ്റ് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ കാണിക്കാം. ട്രാൻസ്ലേറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഫൈനലി ഇങ്ങനെയാണ് കാണിക്കുക. നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ടാവും, നമ്മുടെ ഡെസിഗ്നേഷൻസും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സി വിയിലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ടെഡിൻ്റെ ട്രാൻസ്ലേറ്ററാണ്. അത് കൂടുതൽ MNC ത്രൂ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ട്രാൻസ്ലേഷൻ ജോബിലേക്കൊക്കെ ഉള്ള ഒരു എൻട്രി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. When you join TED Translators, you'll work with a global community of volunteers to make extraordinary ideas accessible. Before you get started, let's cover how to create good subtitles. The best subtitles can be easily read by viewers. There's enough time to read the on-screen text and process what the speaker is saying. When you create subtitles, stick to these simple rules. Never use more than 2 lines per subtitle. In most languages, if a subtitle is longer than 42 characters, break it into 2 lines. Make sure each subtitle is on screen for at least 1 second. Never combine 2 incomplete sentences in one subtitle. Include sound information in parentheses. Represent on-screen text in square brackets. Next, here's what to expect as a new TED translator. After your application is accepted, you can select a ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് വീഡിയോ ഒരു 1.49 ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ്. അത് കംപ്ലീറ്റ് കാണുക. അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. യുവർ ലാംഗ്വേജ്, ഏതൊക്കെ ലാംഗ്വേജിലേക്ക് നമുക്ക് സബ് ടൈറ്റിൽസ് കൊടുക്കാൻ പറ്റും, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 2 കാര്യങ്ങളാണ് അവർക്ക് ആവശ്യമുള്ളത്. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റണം. അപ്പം ഞാനിവിടെ ഓൾറെഡി എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള 2 ലാംഗ്വേജ് നമ്മൾ കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ലാംഗ്വേജസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മലയാളം അവൈലബിൾ ആണ്. ഇനി അതല്ലെങ്കിൽ ഹിന്ദി അവൈലബിൾ ആണ്, തമിഴ് അവൈലബിൾ ആണ്. ഏത് ഭാഷയിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ഞാൻ ഇംഗ്ലീഷ് കൊടുത്തു. ഞാനത് ക്ലിക്ക് ചെയ്തു. ഐ വാണ്ട് ടു ട്രാൻസ്ലേറ്റ് ദിസ് ലാംഗ്വേജ്. അതുപോലെ തന്നെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ അതും കൊടുത്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബേസിക് ആണ് കൊടുത്തതെങ്കിൽ അവർ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നിയർ നാറ്റീവ് ഫ്ലുവൻ്റ് എന്ന് കൊടുത്തു. ഞാൻ നാറ്റീവ് അല്ല, ഒന്നെങ്കിൽ അഡ്വാൻസ്ഡ് കൊടുക്കുക, അല്ലെങ്കിൽ നിയർ നാറ്റീവ് എന്ന് കൊടുക്കുക. അതേപോലെ എനിക്ക് സെക്കൻഡ് ലാംഗ്വേജ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അറബിക്കാണ്. ഞാൻ അറബിക്ക് കൊടുത്തു. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും റെഡിയാണ്, ട്രാൻസ്ക്രൈബ് ചെയ്യാനും ഞാൻ റെഡിയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും ലാംഗ്വേജസ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആഡ് കൊടുക്കുക, ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയർ നാറ്റീവ് കൊടുക്കുക. ഇനി ഈ തേർഡ് വൺ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. കൊടുത്തു വെച്ച് പ്രശ്നമില്ല, റിമൂവ് ചെയ്യാം. പിന്നെ എബൌട്ട് യു, ഇനി നമ്മളെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ജസ്റ്റ് സിമ്പിളാണ്. എന്ത് ചെയ്യാം, ഇൻ എ സെൻറ്റൻസ് ഓർ 2 വൈ ഡു യു വാണ്ട് ടു സബ് ടൈറ്റിൽ ഫോർ ടെഡ്. എന്തിനാണ് ടെഡിന് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, സബ് ടൈറ്റിൽസ് എന്ത് ചെയ്യുന്നത്, കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം അതിനുള്ളൊരു കാരണം ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഞാനിവിടെ ഒരു
അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തു. നിങ്ങൾക്ക് ആൻസേഴ്സ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക, ChatGPT കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ChatGPT കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു, അതിന് ആൻസേഴ്സ് കിട്ടി, ഞാൻ അവിടുന്ന് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. അങ്ങനെയും ചെയ്യാം. ഇനി അതെല്ലാം സ്വന്തം വേർഡിങ്സിലുമാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഗീവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ദ ലാംഗ്വേജസ് യു വിഷ് ടു ട്രാൻസ്ലേറ്റ് ഓർ ട്രാൻസ്ക്രൈബ്. ഇംഗ്ലീഷിലും അറബിക്കിലുമുള്ള നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജാണ് കൊടുക്കുന്നത്, ആ ലാംഗ്വേജിലുള്ള നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഓക്കെ, അതിൻ്റെയും ആൻസേഴ്സ് ഞാൻ കൊടുത്തു. ഹൗ ഡിഡ് യു ലേൺ അബൌട്ട് ദ ടെഡ് ട്രാൻസ്ലേറ്റേഴ്സ് പ്രോഗ്രാം? ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് കേട്ടത്? ഫ്രണ്ട് മുഖേനയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ചാനൽ യൂട്യൂബിലൂടെ അറിഞ്ഞതാണെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഏതും കൊടുക്കാം. എക്സ്പ്ലെയിൻ ഇൻ 1 or 2 സെൻറ്റൻസ്, വളരെ സിമ്പിളായിട്ട് കൊടുത്താൽ മതി. അത് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തു. ഇനി കുറച്ച് ക്വിസുകളാണ്. നേരത്തെ ഞാൻ പറഞ്ഞ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള ക്വിസുകളാണ്. ഇതിൽ ഫസ്റ്റ് ഈ ക്വിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഗൈഡ് ലൈൻ ഒന്നുകൂടി വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ അതിന് സമയം കുറേ ചിലവാക്കണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് വായിക്കുക, വായിച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഷുഡ് വളണ്ടിയർ ബി ഫ്ലുവൻറ്റ് ഇൻ ദർ ലാംഗ്വേജസ്. നമ്മൾ ഇംഗ്ലീഷിലും അറബിക്കാണ് കൊടുത്തത്, അത് രണ്ടിലും ഫ്ലുവൻ്റ് ആയിരിക്കണോ? അപ്പം ഉറപ്പായിട്ടും ട്രൂ ആണ്. കാരണം നമുക്ക് 2 ഡ്യൂട്ടിയാണ് ഉള്ളത്. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം, രണ്ടാമത്തത് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലുവൻ്റ് ആയിരിക്കണം 2 ലാംഗ്വേജിലും. ഒന്ന് നമ്മുടെ സോഴ്സ് ലാംഗ്വേജ് SL എന്ന് പറയും, TL ടാർഗറ്റ് ലാംഗ്വേജിലും നമ്മൾ എന്തായിരിക്കണം, ഫ്ലുവൻ്റ് ആയിരിക്കണം. ട്രാൻസ്ക്രൈബേഴ്സ് അവരുടെ ഡ്യൂട്ടീസ് എന്താണ്? ഷുഡ് ബി ഫ്ലുവൻ്റ് ഇൻ ദി ലാംഗ്വേജ് ദേ ആർ ട്രാൻസ്ക്രൈബിങ്. ഇപ്പോൾ 2 ഡ്യൂട്ടീസാണ് നമുക്കുണ്ടാവുക. ഒന്ന് എന്താണ്, നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സാണ്, ട്രാൻസ്ക്രൈബേഴ്സാണ്. അപ്പോൾ ട്രൂ ആണ് അതിൻ്റെ ആൻസർ. വാട്ട് റോൾസ് ആർ അവൈലബിൾ ടു ന്യൂ വോളണ്ടിയേഴ്സ്? പുതുതായിട്ട് വരുന്ന നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഒന്ന് ട്രാൻസ്ക്രൈബിംഗ് ആണ്, നമുക്കറിയാം, ട്രാൻസ്ലേറ്റിംഗ് ആണ്. രണ്ടും ഞാൻ കൊടുത്തു. ഹൗ മെനി സബ് ടൈറ്റിൽ ടോക്സ് ഷുഡ് യു ഹാവ് പബ്ലിഷ്ഡ് ഇൻ ഓർഡർ ടു ബി എലിജിബിൾ ആസ് എ റിവ്യൂവർ? ഇനി നമുക്ക് ട്രാൻസ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് റിവ്യൂവർ ആവണമെങ്കിൽ നമുക്ക് എത്ര ഇത് ചെയ്യണം എന്നുള്ളതാണ്. വൺസ് ദേ ഹാവ് പബ്ലിഷ്ഡ് സബ് ടൈറ്റിൽ ഓൺ അറ്റ്ലീസ്റ്റ് 10 ടോക്സ് എന്ത് ചെയ്യണം, നമ്മൾ സബ് ടൈറ്റിൽസ് കൊടുക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൗ ഷുഡ് സൗണ്ട് ബി സബ് ടൈറ്റിൽഡ്? ഇപ്പം ചില സൗണ്ടുകളൊക്കെ എന്ത് ചെയ്യും, വരും ഒരു സ്പീക്കേഴ്സിൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ സബ് ടൈറ്റിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഏത് ബ്രാക്കറ്റാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, സൗണ്ട് റെപ്രസെൻറ്റേഷൻ ഇൻ സബ് ടൈറ്റിൽസ് എനേബിൾസ് ദ ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ് ടു അണ്ടർസ്റ്റാൻഡ് സൗണ്ട് ഇൻഫർമേഷൻ. ഒക്കെ ഇവിടെ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് അതിന് കറക്റ്റ് ആൻസർ ഇവിടെ ചൂസ് ചെയ്താൽ മതി. അടുത്തത്, ഹൗ ലോങ് ഷുഡ് ഈച്ച് സബ് ടൈറ്റിൽ ബി ഷോൺ ഓൺ സ്ക്രീൻ? സ്ക്രീനിൽ എത്ര സമയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബിറ്റ്വീൻ 1 and 7 seconds. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഗീവ് വ്യൂവേഴ്സ് ഇനഫ് ടൈം ടു ബോത്ത് റീഡ് ആൻഡ് കോംപ്രിഹെൻഡ് സബ് ടൈറ്റിൽ ടെക്സ്റ്റ്. നമ്മൾ സബ് ടൈറ്റിൽ കൊടുക്കുന്ന ടെക്സ്റ്റ് എന്ത് ചെയ്യണം, അവർക്ക് മനസ്സിലാവണം. ഞാനാണ് കാണുന്നതെങ്കിൽ, വീഡിയോ കാണുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാകാൻ എത്ര സമയം സ്ക്രീനിൽ അത് അവൈലബിൾ ആവണം എന്നുള്ളതാണ്. അടുത്തത്, ഹൗ ഷുഡ് ഓൺ സ്ക്രീൻ ടെക്സ്റ്റ് ബി ട്രാൻസ്ക്രൈബ്ഡ്? അത് ഏത് രീതിയിലാണെന്നുള്ളതാണ്. അപ്പം അതിനിവിടെ ഒരു 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇതാണ് സ്ക്വയർ ബ്രാക്കറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓൺ സ്ക്രീൻ ടെക്സ്റ്റ് ദാറ്റ് അപ്പിയേഴ്സ് ഓൺ ദ സ്പീക്കേഴ്സ് സ്ലൈഡ് ഷുഡ് ബി പുട്ട് ഇൻ. എങ്ങനെ കൊടുക്കണം? സ്ക്വയർ ബ്രാക്കറ്റിലാണ്. അടുത്തത്, ഫോർ ലാംഗ്വേജസ് ദാറ്റ് യൂസ് ദ ലാറ്റിൻ ആൽഫബറ്റ്, അതിന് വേണ്ടിയിട്ട് വാട്ട് ഈസ് ദ ലോങ്സ്റ്റ് എ സബ് ടൈറ്റിൽ ലൈൻ ഷുഡ് ബി? അത് 42 ക്യാരക്ടർ ആണ് അതിൻ്റെ ലെങ്ത് ഉണ്ടാവേണ്ടത്. ഉദാഹരണം ഡിസ്ക്രിപ്ഷൻ വായിച്ച് മനസ്സിലാവും. ടു എൻഷുർ വ്യൂവേഴ്സ് ക്യാൻ റീഡ് സബ് ടൈറ്റിൽസ് കംഫോർട്ടബിളി, എ സബ് ടൈറ്റിൽ ഷുഡ് ബി ബ്രോക്കൺ ഇൻ ടു 2 lines വെൻ ഇറ്റ് ഈസ് ലോങ്ങർ ദാൻ. 42 കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, മാറ്റണം എന്നുള്ളത്. അപ്പോൾ 42 ക്യാരക്ടർ വരെ നമുക്ക് പോകാൻ പറ്റും. ഇനി അടുത്തത്, ഹൗ ഷുഡ് ലൈൻസ് ബി ബ്രോക്കൺ അപ്പ് വിത്തിൻ എ സബ് ടൈറ്റിൽ? എങ്ങനെയൊക്കെ ലൈന് ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം കുറേ ലെങ്തി സബ് ടൈറ്റിൽസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ മനസ്സിലാവും. ലൈൻ ബ്രേക്കിംഗ് എന്താണ്? റെഫേഴ്സ് ടു ചൂസിങ് വേർഡ് ടു എൻഡ് എ ലൈൻ ഓർ ഒരു സബ് ടൈറ്റിൽ എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ലൈൻ ബ്രേക്കിംഗ്. ബ്രേക്ക് ഈച്ച് ലൈൻ ആഫ്റ്റർ എ ലിംഗ്വിസ്റ്റിക് യൂണിറ്റ്. ഇവിടെ ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ
നമുക്ക് എന്ത് ചെയ്യണം, ഓരോ സെൻറ്റൻസ് ഓരോ വാക്യത്തിൽ എന്തുണ്ടാവും, ഒരു ആശയം ഉണ്ടാകണം. അപ്പോൾ ആ ആശയം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഏത് ടൈപ്പാണ് എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ സെക്കൻഡ് ടൈപ്പാണ് സെലക്ട് ചെയ്തത്. ഇവിടെ ചോദ്യം ഇത്രേ ഉള്ളൂ, സെലക്ട് ദ കറക്റ്റ് എക്സാമ്പിൾ ബിലോ എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. അപ്പോൾ അത് കൊടുത്താൽ മതി. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്യുക, ChatGPT-നോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ് വായിക്കുക. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദീസ് സബ് ടൈറ്റിൽസ് ആർ സ്പ്ലിറ്റ് കറക്റ്റ്ലി. എങ്ങനെയാണ് സബ് ടൈറ്റിൽസിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ടതുള്ളതാണ്. അതിൽ 2 വേർഷൻസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സബ് ടൈറ്റിൽസിൻ്റെ. അതിലൊന്ന് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ രണ്ടാമത്തതും ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെയിം വിച്ച് ഐ ലേൺ എന്നുള്ളത് സെയിം ആണ്, 2 സെയിം ആണ്. സം ഹൗ എന്നുള്ളത് 2 സെയിം ആണ്. പക്ഷെ ഇതിൽ ഏതാ കറക്റ്റ് എന്നുള്ളതാണ്. കറക്റ്റ് ഞാൻ ചൂസ് ചെയ്തു. വാട്ട് ക്യാൻ എ ലാംഗ്വേജ് കോർഡിനേറ്റർ ഹെൽപ്പ് വിത്ത്. അവരെന്തൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫുൾ കംപ്ലീറ്റ് ക്ലിക്ക് ചെയ്തു. ഇനിയിപ്പോൾ അത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് അറിയണമെങ്കിൽ ഞാനിതിൽ ഒന്ന് ഒഴിവാക്കുകയാണ്. ജസ്റ്റ് ഞാനിതിൽ ഈ ടിക്കുകളൊക്കെ ഒഴിവാക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കാണിച്ചു തരാം. സബ്മിറ്റ് ആപ്ലിക്കേഷൻ. യുവർ സബ്മിഷൻ കണ്ടെയ്ൻസ് സം എറേഴ്സ്, പ്ലീസ് കറക്റ്റ് ദം ആൻഡ് ട്രൈ അഗെയിൻ. ഇപ്പോൾ ഇത് കറക്റ്റ് അല്ല, ഇവിടെ എവിടെയെങ്കിലും ഞാൻ ഫില്ല് ചെയ്യാത്തതുണ്ടാവും. ഉണ്ടോ, ഒന്ന് ഇവിടെ കറക്റ്റ് അല്ല എന്ന് അവർ പറയുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തു. അവർ നമുക്ക് കറക്റ്റ് ചെയ്ത് തരും. ഇനി അതേപോലെ തന്നെ ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞു. വേണമെങ്കിൽ ഇതും കൊടുക്കാം, സബ്സ്ക്രൈബ്. ഓക്കെ, ഈ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്താൽ എങ്ങനെയാണ് മെസ്സേജ് വരിക, ഇങ്ങനെയാണ് മെസ്സേജ് വരിക. ഉണ്ടോ, ആപ്ലിക്കേഷൻ റിസീവ്ഡ്, വി വിൽ കോൺടാക്റ്റ് യു വിത്തിൻ 5 ബിസിനസ് ഡേയ്സ്. 5 ബിസിനസ് ഡേയ്സ് കാത്തു നിൽക്കുക. ഞാൻ മനസ്സിലാക്കണം, ഞാൻ കൊടുത്തു, ഒരു ദിവസം കൊണ്ട് തന്നെ എന്ത് ചെയ്തു, മെയിൽ വന്നു. അപ്പം മെയിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഇതിൻ്റെ സ്ക്രീൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആപ്ലിക്കേഷൻ മെയിൽ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, സംടൈംസ് അവർ വെൽക്കം ഇമെയിൽ ഗോസ് ടു സ്പാം. അപ്പം മെയിലിലെ സ്പാമിലേക്ക് പോകും. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം എങ്ങനെയാണ് ആ മെയിൽ കാണാം, ജസ്റ്റ് ഒന്ന് മെയിൽ കാണാം. എനിക്ക് വന്ന ഫസ്റ്റ് മെയിലാണ്. ഓക്കെ, ഇതെൻ്റെ ഫസ്റ്റ് മെയിൽ, യുവർ ആപ്ലിക്കേഷൻ ഈസ് അപ്രൂവ്ഡ്. കണ്ടില്ലേ, മെയിൽ വന്നു. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിക്കുക. വെൽക്കം ടു യുവർ ന്യൂ റോൾ ഹാസ് എ ടെഡ് ട്രാൻസ്ലേറ്റർ. അപ്പോൾ എൻ്റെ CV-യിൽ ഞാനൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്താണ്, ടെഡ് ട്രാൻസ്ലേറ്റർ ആണ്, ഒഫീഷ്യൽ ടെഡ് ട്രാൻസ്ലേറ്റർ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ എൻ്റെ സെക്കൻഡ് മെയിൽ വന്നു, തേർഡ് മെയിലും വന്നു. അപ്പോൾ ഫസ്റ്റ് മെയിലിനെ നോക്കുക. ഫസ്റ്റ് മെയിൽ വന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് മെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് നമുക്ക് ആക്സസ് ചെയ്യണം. അഥവാ നമുക്ക് അവർ തരുന്ന വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഏതിലാണ് നമ്മൾ ലോഗിൻ ചെയ്യുക. ഇത് ജസ്റ്റ് ടാസ്ക് 1 ടാസ്ക് 2 മാത്രം വായിച്ചാൽ മതി, സിമ്പിളാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ ആദ്യം മെയിൽ ID വെച്ച് ലോഗിൻ ചെയ്തല്ലോ, അത് ഉറപ്പ് വരുത്തുക നമ്മൾ എന്താണ് ലോഗിൻ ആണോ എന്നുള്ളത്. ലോഗിൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ലോഗിൻ ചെയ്യണം. ഓൾറെഡി നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടെഡ് ക്യാപ്ഷൻ ഹബ്ബ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക, എൻ്റെ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത സമയത്ത് നേരെ എൻ്റെ ഡാഷ്ബോർഡിലേക്കാണ് പോയത്. ഇപ്പോൾ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മൈ പ്രൊജക്റ്റ് എന്ന് കാണാം. അപ്പോൾ ഈ മൈ പ്രൊജക്റ്റ് കാണാനുള്ള കാരണം എന്താ വെച്ചാൽ, ഫസ്റ്റിൽ നമുക്കത് കാണില്ല. കാണാനുള്ള കാരണം ഓൾറെഡി ഞാനൊരു വർക്ക് പെൻഡിങ്ങിലുണ്ട്. 2 മിനിറ്റും 38 സെക്കൻഡ്സുമുള്ള ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 2 മിനിറ്റും 38 കാണിക്കുന്നത്. അതാണ് എൻ്റെ കറൻറ്റ് അസൈൻമെൻറ്റ്സ്. ഇനി വേറെ അസൈൻമെൻറ്റ്സ് ഉണ്ടോ, പ്രീവിയർ അസൈൻമെൻറ്റ്സ് എടുത്തു ചെയ്താൽ എന്താണ്, എനിക്ക് ഓൾറെഡി ഒരു അസൈൻമെൻറ്റ്സും ഇല്ല. അപ്പം ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട്സുകൾ കുറേ പ്രൊജക്ട്സുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. ഞാൻ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തു. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തപ്പം ഓൾറെഡി ഞാൻ എന്ത് ചെയ്തു, എങ്ങനെ ഇത് ക്ലെയിം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലെയിമബിൾ ട്രാൻസ്ലേഷൻ എന്ന് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ 5 ദിവസം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ക്ലെയിമബിൾ. ഓക്കെ, ജസ്റ്റ് ഓക്കെ, ഇവിടെ ഓൾറെഡി പ്രൊജക്റ്റിലുണ്ട്. പ്രൊജക്റ്റ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, ഈ പ്രൊജക്റ്റിലുള്ള ഏതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൊന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിൽ പോവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 5 ദിവസം വെയിറ്റ് ചെയ്യുക, അവരെന്ത് ചെയ്യും, വർക്ക് നമുക്ക് അയച്ചു തരും. ഇവിടെ ഒറിജിനൽ ക്യാപ്ഷൻസ്, ഓക്കെ, ഇവിടെ ക്ലെയിം ചെയ്യണമെങ്കിൽ ക്ലെയിം ചെയ്യാം. ട്രാൻസ്ലേഷൻ, ദർ ആർ നോട്ട് എനി ട്രാൻസ്ലേഷൻ ഫോർ ദിസ് പ്രൊജക്റ്റ് യെറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട വർക്ക് അത്രേ ഉള്ളൂ. നമുക്കിവിടെ എന്ത് ചെയ്യാം, ഒറിജിനൽ ക്യാപ്ഷൻസ് കൊടുക്കാനാണ്. അപ്പം ഞാൻ ചെയ്ത വർക്ക് എന്താ വെച്ചാൽ, അത് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും എളുപ്പത്തിൽ മനസ്സിലാവും. ഞാൻ ഇതേപോലെ എന്ത് ചെയ്തു, ഒരു വർക്ക് ജസ്റ്റ് ക്ലെയിം ചെയ്തതാണ്. ട്രാൻസ്ലേഷൻ ക്ലെയിം ചെയ്തതാണ്. ഉണ്ടോ, ക്ലെയിമബിൾ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കാണാം. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ആണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഒറിജിനൽ ക്യാപ്ഷൻ ഉണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഓൾറെഡി ഒറിജിനൽ ക്യാപ്ഷൻസ് അപ്രൂവ്ഡ് ആണ്. ഇത് അറബിക്കിലുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇത് വേറെ ഒന്നും ചെയ്യേണ്ട, ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ക്യാപ്ഷൻ പ്രോഗ്രഷൻ കറക്റ്റാണ്. ട്രാൻസ്ലേഷൻ ഓൾറെഡി ഇതിൽ ട്രാൻസ്ലേഷൻ ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, ക്ലെയിമബിൾ ആണോ, യെസ്. ഇവിടെ ജസ്റ്റ് അവർക്ക് വേണ്ടത് ഇംഗ്ലീഷിലേക്കാണ്. ഓക്കെ, അറബിക്കാണ് വീഡിയോ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് വേണ്ടത്. ജസ്റ്റ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു, ആ വർക്ക് നമുക്ക് അസൈൻ ചെയ്തു. അവർ അസൈൻ ചെയ്തു. ഒരു മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നമ്മൾ ട്രാൻസ്ലേഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഞാൻ ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി ക്ലെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വർക്ക് കാണിക്കാം. മറ്റേത് എന്താ വെച്ചാൽ അതും ഞാൻ എന്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്. എൻ്റെ ഒരു സജഷന് ഏറ്റവും ചെറിയ വർക്ക് എടുക്കാവും ഏറ്റവും നല്ലത്. ആരാണ് സ്പീക്കർ എന്നുള്ളവിടെ ഉണ്ട്, എന്താണ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓൾറെഡി ഒറിജിനൽ ക്യാപ്ഷൻ അപ്രൂവ്ഡ് ആണോ, യെസ് അപ്രൂവ്ഡ് ആണ്. ട്രാൻസ്ലേഷൻ അപ്രൂവ്ഡ് ആണോ, അല്ല. ട്രാൻസ്ലേഷൻ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറൻറ്റ് അസൈനി എൻ്റെ പേര് ഇവിടെ ഉണ്ട്, ഡോക്ടർ അമാൻ കേസ്. ഓക്കെ, എനിക്കിത് എന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ലാസ്റ്റ് ഡേറ്റ് October 6 വരെ എനിക്ക് സമയമുണ്ട്. ഓൾറെഡി ഞാൻ ചെയ്ത വർക്ക് ഇവിടെ കാണിക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇതിപ്പോൾ ഓൾറെഡി ചെയ്ത വർക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് അധികം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ ക്ലെയിം ചെയ്തതിൽ എന്തുണ്ട്, അറബിക് സബ് ടൈറ്റിൽസ് ഉണ്ട്. അതിൽ ചില കറക്ഷൻസ് ഉണ്ടായിരുന്നു. ആ കറക്ഷൻസ് എന്ത് ചെയ്തു, ഇവിടെ കാണിക്കും, നോ ഇഷ്യൂസ്. ഓൾറെഡി ഞാനിത് ക്ലെയിം ചെയ്തപ്പോൾ 3 ഇഷ്യൂസ് ഉണ്ടായിരുന്നു, 3 എറേഴ്സ് ഉണ്ടായിരുന്നു. ആ 3 എറേഴ്സ് ഞാൻ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു. ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ എന്ന് പറഞ്ഞാൽ, ഈ ഇതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ആണോ ഇവിടെ വരുന്നത്, സബ് ടൈറ്റിൽസ് ആണോ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത വർക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ടെഡ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതിലുള്ള ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞു. നമ്മുടെ CV കുറച്ചുകൂടി റിച്ച് ആക്കാൻ പറ്റും. നമ്മൾ ജോബിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് നമുക്ക്, പിന്നെ അത് മാത്രമല്ല, കുറേ ഐഡിയകൾസ് നമുക്ക് ടെഡ് ടോക്സിലൂടെ കിട്ടും. കുറേ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിലാണ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്, അതിലൊക്കെ നമ്മൾ ഭയങ്കര സ്കില്ലുള്ള ആളുകളായിട്ട് മാറും. അപ്പം താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.